നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 മുട്ട നന്നായി ബീറ്റ് ചെയ്തത്, 2 സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള പച്ചമുളക്, 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായി ഉടച്ചു വെച്ചത്, അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ബ്രെഡ് ക്രംസ്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം, എണ്ണ ചൂടാക്കാം, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്തു. സവാള ഒന്ന് വഴണ്ടു വന്നപ്പോൾ അതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, ഗരം മസാല. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായി യോജിപ്പിച്ച് നമുക്കിനി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഓരോന്നായി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുത്തു. ഇനി ഇത് നമുക്ക് മുട്ടയിലേക്ക് ഇട്ടുകൊടുത്ത് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് വറുത്ത് കോരി എടുക്കണം. പാൻ വെച്ചു, അതിലേക്ക് എണ്ണയൊഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ 2 സൈഡും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായ കട്ട്ലറ്റ് റെഡി ആയിരിക്കുകയാണ്.